അപ്പോൾ ഒരു എലി നടന്നു പോവാണ്. അപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു മെഴുകുതിരി കണ്ട്, മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് വെച്ച് കണ്ട്. അപ്പോൾ എലിക്ക് തോന്നി ഈ മെഴുകുതിരി കടിച്ചു പിടിച്ചിട്ട് എവിടെയെങ്കിലും വല്ല ഗോതമ്പോ ധാന്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തേടി പിടിക്കാം ഈ വെളിച്ചത്തിൽ എന്ന് എലിങ്ങനെ വിചാരിച്ചിട്ട് ആ മെഴുകുതിരി കടിച്ചു പിടിച്ചിട്ട് എലിങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഒരു ധാന്യപ്പുര കണ്ടത്. അപ്പോൾ അവിടെ ഈ മെഴുകുതിരി കടിച്ചു പിടിച്ചിട്ട് എലി അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പക്ഷേ ഈ മെഴുകുതിരി ഇങ്ങനെ ഉരുകി വന്ന് അതിൻ്റെ ചുണ്ട് പൊള്ളി അങ്ങനെ മെഴുകുതിരി അവിടെ ഇട്ട് അത്. അപ്പോൾ ആ ധാന്യപ്പുരയിലുള്ള ചാക്കിനൊക്കെ തീ പിടിച്ച് അതിനാകെ തീ ആളിപ്പടർന്നപ്പോൾ അവിടെയുള്ള എലികളെല്ലാം രക്ഷപ്പെടുകയും ഈ എലിയും രക്ഷപ്പെടുമ്പോൾ താൻ ചെയ്ത പ്രവൃത്തിയെ ശപിച്ചും കൊണ്ടിങ്ങനെ രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, എല്ലാവർക്കും എല്ലതും യോജിച്ചതല്ല. നമുക്ക് യോജിച്ചത് കിട്ടുമ്പോഴേ നമ്മളെ ജീവിതം പ്രകാശപൂർണവും എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം നേടാനും നമ്മളെ കൊണ്ട് കഴിയും. പ്രകാശപൂരിതവും സന്തോഷപ്രദവും ആകും. അപ്പം അതിന് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്ന് തിരിച്ചറിയാനുള്ള വിവരം വേണം. രണ്ടാമത്തത്, മറ്റുള്ളവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ, സുഖസൗകര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അസൂയ, പക, കുശുമ്പ് ഇതിനെ മറികടക്കാനുള്ള കഴിവും കൂടി നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അത് അവരിൽ ഉണ്ടാകുന്ന കഴിവിന് യോജിച്ചിട്ടാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടാത്തത് ആ കഴിവ് നമ്മളിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ വേവലാതിപ്പെട്ട് ബേജാറായി നടക്കുന്നതിനേക്കാൾ നല്ലത് തന്നിലുള്ള കഴിവെന്താണ്, പരിമിതികൾ എന്താണ്, കുറവുകൾ എന്താണ്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മളേതായിട്ടുള്ള രീതിക്ക് നീങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് യോജിച്ചതായിരിക്കും. ഇത്രയേ ഇതിലൊരു പ്രധാന പോയിന്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ കഴിവുകളെയും നമ്മളുടെ അവസ്ഥകളെയും ചിന്തകളെയും എല്ലാവിധ കാര്യങ്ങളെയും നമ്മൾ തന്നെ നോക്കി മനസ്സിലാക്കി അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിച്ചു പോകുമ്പോൾ വലിയൊരു കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ.